നമസ്തേ. ഈ ഒരു വീഡിയോ 7ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമാണിച്ച് നമ്മുടെ അടുത്തുള്ളൊരു സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തൊരു വീഡിയോയാണ്. ഈ ഒരു വീഡിയോ കുഞ്ഞു കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് സഹായകരമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. അതേപോലെ ഇതിലുള്ള പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും വേണം. എല്ലാ കുഞ്ഞു കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ യോഗാ ദിനാശംസകൾ. എൻ്റെ പേര് ആശ. യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയും യോഗാ ദിനത്തോടനുബന്ധിച്ച് ചെറിയ യോഗ പ്രാക്ടീസുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. യോഗ എന്ന വാക്ക് യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അർത്ഥം എന്ന് പറഞ്ഞാൽ യൂണിയൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സുമായിട്ടുള്ള ഒരു യൂണിയൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു യൂണിയൻ എന്നെല്ലാം നമുക്ക് അതിനെ എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ കൊറോണ കാരണം ഇരിക്കുന്നൊരു ടൈമാണ്. ആക്ടിവിറ്റീസ് കുറവായിരിക്കും. ഓടി നടക്കാനോ കളിസ്ഥലങ്ങളിൽ പോയി കളിക്കാനോ കൂട്ടുകാരോടൊപ്പം ഇരിക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കാത്തൊരു സന്ദർഭത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. കൂടുതൽ നേരവും ഫോണിന് മുമ്പിൽ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും അല്ലെങ്കിൽ TV-യുടെ മുമ്പിലുമായിരിക്കാം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കലി, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷത്തോടെ നിലനിർത്താൻ യോഗ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് യോഗയിലെ പ്രാണായാമങ്ങളും ബ്രീത്തിങ് ടെക്നിക്സും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മെമ്മറി കൂട്ടാനും നിങ്ങൾ പഠിച്ചതൊക്കെ ഓർത്തിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും മൊത്തത്തിൽ യോഗ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരികപരമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും ആത്മീയമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ യോഗ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും യോഗാ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും യോഗ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗാസനങ്ങൾ പരിചയപ്പെട്ടാലോ? നിങ്ങൾ വീട്ടിൽ നിന്നത് പരിശീലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു കുഞ്ഞു കൂട്ടുകാരിയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് മയൂക മുകേഷാണ്. മയൂക 3ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്ക് മയൂകയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ടു നോക്കാം. നിങ്ങളൊപ്പം തന്നെ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ വൃക്ഷാസനം ട്രീ പോസാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കൈകളും കാലുകളും ആദ്യം അടുപ്പിച്ച് വെച്ച് നിന്നു. വലത് കാല് ഉയർത്തിയിട്ട് മുകളിലോട്ട് ഉയർത്തി കയറ്റി വെച്ചു. ഓക്കെ, ഒരു പോയിന്റിലോട്ട് നോക്കി നിൽക്കാം. കൈ രണ്ടും മുന്നിൽ കൂപ്പി പിടിച്ചേ. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലോട്ട് ഉയർത്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്യണേ. ഒരു 5 വരെയെങ്കിലും. 1 2 3 4 5. സാവധാനം ശ്വാസം വിട്ട് കൈയും താഴ്ത്താം. ഓക്കെ, ഒപ്പം തന്നെ കാലും താഴ്ത്തി. എതിർവശം അതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചാലോ? ചെയ്യാം. ഇടത് കാല്, അടുത്ത കാല്. ഓക്കെ, ഉയർത്തി വെച്ചു. ശ്വാസം എടുത്തിരി കൈകളും. ഓക്കെ, മുന്നിലൂടെയോ വശങ്ങളിലൂടെയോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കൈ മുകളിലോട്ട് ഉയർത്തി നന്നായിട്ട് വലിച്ചു പിടിച്ചേ. ഒരു പോയിന്റിൽ, മുന്നിലുള്ള ഒരു പോയിന്റിൽ നോക്കിയിട്ട് അവിടെ നിൽക്കാൻ നോക്കിയേ. നിങ്ങളുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറൊക്കെ കൂട്ടാൻ വളരെ സഹായകരമാണ്. 1 2 3 4 5. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ വശങ്ങളിലൂടെ താഴേക്ക്, കാലുകളും താഴേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നിന്നുകൊണ്ടുള്ള ആസന പഠിച്ചത് വൃക്ഷാസനമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുന്നുകൊണ്ടിട്ടുള്ള ആസനമാണ്. ഇരിക്കാം. കാല് നീട്ടി വെച്ചിരുന്നോളൂ. 2 നീട്ടി വെക്കാം. യെസ്. ഓരോ കാലുകളായിട്ട് മുട്ടുമടക്കിയിട്ട് ബട്ടർഫ്ലൈ പോസ് നമുക്ക് ചെയ്യാം. കാല് 2ഉം കൂട്ടി വെച്ച് കാലിൻ്റെ അടിഭാഗം. യെസ്, വെരി ഗുഡ്. കാല് നന്നായിട്ട് കയറ്റി, നമുക്ക് എന്തോരം ശരീരത്തിനടുത്തോട്ട് കാല് കയറ്റി വെക്കാൻ പറ്റും ആ രീതിയിൽ കയറ്റി വെക്കുക. ഓക്കെ, കൈ കൊണ്ട് കാലിൽ പിടിച്ചോളൂ. ഓക്കെ, നടുവ് നിവർത്തിയിരിക്കാം. നടുവ് നിവർന്നിരിക്കട്ടെ. വെരി ഗുഡ്. ചെറിയ ചിരിയോടുകൂടി ഇരിക്കാം. ഇനി കാൽമുട്ടും മുകളിലോട്ടും താഴോട്ടും ഒരു പൂമ്പാറ്റയുടെ ചിറകടിക്കുന്നത് പോലെ സന്തോഷത്തോടെ ചെയ്ത് 5 മുതൽ 10 തവണ നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നേരെ നിവർന്നിരിക്കട്ടെ. നടുവ് കുനിഞ്ഞിരിക്കരുത് കേട്ടോ. നടുവ് നിവർന്ന് തന്നെ ഇരിക്കണം. നേരെ ഇരിക്കണം. ഓക്കെ, സാവധാനം ശ്വാസം വിട്ടുകൊണ്ടൊന്ന് മുന്നിലോട്ടൊന്ന് കുനിയാൻ ശ്രമിച്ചേ. യെസ്, ശ്വാസം വിട്ട് മുന്നിലോട്ട് കുനിഞ്ഞിട്ട് അവിടെ കിടക്കാൻ ശ്രമിക്കുക. 1 2 3 4 5. ശ്വാസം എടുത്ത് ഉയർന്നു വരാം. ഓക്കെ, വെരി ഗുഡ്. ഇനി കാലുകൾ 2ഉം മുന്നിലോട്ട് നീട്ടി വെച്ച് ആ വശങ്ങളിലോട്ടായിട്ടിരുന്നോളൂ. വശങ്ങളിലോട്ട് തിരിഞ്ഞിരുന്നോളൂ. ഓക്കെ, ഏത് വശത്തോട്ട് വേണമെങ്കിലും തിരിഞ്ഞിരിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസനയാണ്. അതിന് മുന്നായിട്ട് ഓരോ കാലും മുട്ടുമടക്കിയിട്ട് ഉപ്പൂറ്റിയിലിരിക്കുന്ന പോലെ ഇരുന്ന് കാണിച്ചു കൊടുത്തേ. ഓരോ കാലും മുട്ടുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുക. എങ്ങനെയാണ്?
ഓക്കെ, അങ്ങനെ ഇരുന്നോളൂ. നടുവ് നിവർന്നിരിക്കട്ടെ. നടുവ് നിവർന്നിരുന്നു. സാവധാനം മുട്ടുകുത്തി നിന്നേ. മുട്ടുകുത്തി എങ്ങനെയാണ് നിൽക്കുന്നത്? ഓക്കെ, കൈ പുറകിൽ സപ്പോർട്ട് ചെയ്തിട്ട് പതിയെ പിന്നിലോട്ട് ശ്വാസം എടുത്ത് പിന്നിലോട്ട് പോയി ഓരോ കൈ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ പിടിക്കാൻ ശ്രമിക്കുക. അവിടെ കുറച്ച് നേരം നോർമൽ ബ്രീത്തിങ്ങിൽ നിൽക്കുക. 1 2 3 4 5. ഇനി സാവധാനം ശ്വാസം വിട്ട് ഉയർന്നു വരാം. ഉപ്പൂറ്റിയിൽ തന്നെ ഇരുന്ന് ഉപ്പൂറ്റിയിലിരുന്ന് മുന്നിലോട്ട് കുനിഞ്ഞു കിടക്കുക. കൈകൾ മുന്നിലോട്ട് നീട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ ശശാങ്കാസനം എന്നാണ് പറയുന്നത്. റിലാക്സ് ചെയ്യുന്ന ഒരു പോസാണ്. ഓക്കെ, സാവധാനം തല ഉയർത്താം. കൈകൾ റിലീസ് ചെയ്യാം. ഓരോ കാലുകളായിട്ട് നീട്ടി വെച്ച് നീട്ടി കാലുകൾ രണ്ടും മുന്നിലോട്ട് നീട്ടി വെക്കാം. ഓക്കെ, ഇനി പശ്ചിമോത്താനാസന ചെയ്യാം. ശ്വാസം എടുത്ത് 2 കൈകളും വശങ്ങളിലൂടെ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഉയർത്തി വിട്ടുകൊണ്ട് മുന്നിലോട്ട് കുനിഞ്ഞു കിടക്കാം. അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തേ. 1 2 3 4 5. ശ്വാസം എടുത്ത് ഉയർന്നു വരാം. കൈകൾ വശങ്ങളിലൂടെ വിടാം. ഓക്കെ, ഇനി കാലകത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്ത് കൊടുത്തേ. കൈ പുറകിൽ കുത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്തോളൂ, തറപ്പ് പുറകിലോട്ട് ഇട്ടിട്ട്. ഓക്കെ, നമ്മളപ്പോൾ പെട്ടെന്ന് കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനങ്ങളാണ് ചെയ്തത്. ഒരു ആസനയും കൂടി നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഭുജംഗാസനയാണ് ചെയ്യാൻ പോകുന്നത്. കൈകൾ 2 വശങ്ങളിൽ കുത്തിവെച്ച് ആദ്യം നീട്ടി വെച്ചിട്ടുണ്ട്. ഇനി കമഴ്ന്നാണ് കിടന്നേക്കുന്നത്. കൈകൾ വശങ്ങളിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ശ്വാസം എടുത്തിട്ട് തല ഉയർത്തിയേ. യെസ്, വെരി ഗുഡ്. അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണേ. 1 2 3 4 5. ഇനി സാധിക്കുന്നവരുണ്ടല്ലോ കാല് മുട്ടുമടക്കിയിട്ട് കാല് തലയിൽ എത്തിക്കാൻ പറ്റുമോ നോക്കാം. കാലൊന്ന് മുട്ടുമടക്കിയിട്ട് തലയുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ. അവിടെ നിൽക്കാൻ കുറച്ച് നേരം. 1 2 3 4 5. സാവധാനം കാല് റിലീസ് ചെയ്തു. ശ്വാസം വിട്ട് തല താഴ്ത്തി. തല താഴ്ത്താം. ഇനി ഇങ്ങനെ മകരാസനയിൽ റിലാക്സ് ചെയ്ത് കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് തല ഒരു വശത്തോട്ട് ചരിച്ചിട്ടു. കാലകത്തി വെച്ചേ, കാലുകൾ അകത്തി വെച്ചേ. യെസ്, ഉപ്പൂറ്റികൾ തമ്മിൽ ഫേസ് ചെയ്ത് അത് തന്നെ. ഉപ്പൂറ്റികൾ തമ്മിൽ റിലാക്സ് ചെയ്യണേ അവിടെ. ഓക്കെ, സാവധാനം കൈകളും കാലുകളും അടുപ്പിച്ച് വെച്ചിട്ട് എഴുന്നേറ്റിരിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാണായാമയാണ്. ഭ്രാമരി പ്രാണായാമയാണ്. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് മൂളുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുക. നടുവ് നിവർന്നിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. നടുവ് നിവർത്തി വെച്ചുകൊണ്ടിരിക്കാൻ. ശേഷം ഓക്കെ, സാധിക്കുന്നവർ പദ്മാസനയിലിരിക്കാം. ഓരോ കാലുകൾ കണ്ടോ, കുഞ്ഞു കാണിച്ചിരിക്കുന്ന രീതിയിൽ ഓരോ കാലുകൾ കയറ്റി വെച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നാലും മതി. ഞാൻ പറഞ്ഞതുപോലെ റിലാക്സ് ചെയ്ത് നടുവ് നിവർത്തിയിരുന്നു. നിങ്ങളുടെ ബുദ്ധിശക്തിയും ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാണായാമയാണ്. കൈകൾ രണ്ടും ചൂണ്ടുവിരൽ കൊണ്ട്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട്, ബാക്കി വിരലുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ചൂണ്ടുവിരൽ കൊണ്ട് ചെവി അടച്ച് വെക്കുക. ഓക്കെ, കണ്ണുകൾ അടച്ചാണ് വെച്ചേക്കുന്നത്. ശ്വാസം ദീർഘമായി എടുത്തിട്ട് വിടുമ്പോൾ ഒരു വണ്ട് മൂളുന്ന പോലെ വായ അടച്ച് തന്നെ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ചെയ്യാം നമുക്ക്. ശ്വാസം എടുക്കാം. നടുവ് നിവർന്നിരിക്കട്ടെ, കണ്ണടഞ്ഞിരിക്കട്ടെ. ദീർഘമായി ശ്വാസം എടുത്തിട്ട് ശ്വാസം എടുക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 5 മുതൽ 10 വരെ ചെയ്യാം. എന്നിട്ട് കണ്ണടച്ച് വെച്ച് തന്നെ സാവധാനം കൈകൾ റിലീസ് ചെയ്യാം. കൈകൾ ചെവിയിൽ നിന്ന് മാറ്റിയിട്ട് കൈ ചിന്മുദ്രയിൽ, അതായത് നമ്മുടെ ചൂണ്ടുവിരലും തമ്പും കൂടി ടച്ച് ചെയ്ത് വെക്കുക. യെസ്, കാൽമുട്ടിന് മുകളിലായിട്ട് വെച്ച് അവിടെ കണ്ണുകൾ അടച്ചൊരു 3 ദീർഘമായ ശ്വാസം എടുത്ത് വിടാം. ഓരോ ശ്വാസം കൈ ഇങ്ങനെ വെച്ചേ മോളെ, കൈ കാൽമുട്ടിന് മുകളിൽ വെച്ചേ, ഇങ്ങനെ പിടിച്ചേ. യെസ്, ദീർഘമായി ശ്വാസം എടുത്ത് കണ്ണടച്ച് വെക്കാൻ പറ്റിയാൽ നല്ലത്. കണ്ണടച്ച് വെച്ച് ചെയ്യാമേ. ദീർഘമായി ശ്വാസം എടുക്കാം. ഇൻഹേൽ, പോസിറ്റീവ് എനർജി കൊണ്ട് ഹാപ്പിനെസ് ഉള്ളിലോട്ട് എടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എക്സ്ഹേൽ, എല്ലാ സ്ട്രെസ്സും എല്ലാ സങ്കടങ്ങളും പോകുന്നതായിട്ടും റിലീസ് ചെയ്യുക. ആ രീതിയിൽ 2 തവണ കൂടി. ഇൻഹേൽ, ശ്വാസം ദീർഘമായിട്ട് എടുക്കാം. എക്സ്ഹേൽ,
എക്സ്ഹേൽ. നടുവ് നിവർത്തി വെക്കാൻ ശ്രമിക്കുക. എന്തോരം നേരം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെറിയ പുഞ്ചിരിയോടുകൂടി ഇരിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇരിക്കുക. ശേഷം സാവധാനം അങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കാൻ ശ്രമിക്കണം. മുഖം പ്രസന്നമായിട്ടിരിക്കട്ടെ. കൈകൾ രണ്ടും കൂട്ടി നമസ്തേ സ്ഥിതിയിൽ പിടിച്ചേ. ഓക്കെ, നമ്മൾക്ക് ദൈവത്തിനോട് നന്ദി പറയാം. ഓരോ ദിവസത്തിനും ഓരോ ഇതിനും നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ പുറകിൽ കൂട്ടി പിടിക്കാം. കണ്ണടഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ. ശ്വാസം എടുത്ത് തല ഉയർത്തി, ശ്വാസം വിട്ട് മുന്നിലോട്ട് കുനിഞ്ഞ്, ശ്വാസം എടുത്ത് ഉയർന്ന് വന്ന് കൈ കൂട്ടി തിരിഞ്ഞ് കൈ രണ്ടും റബ്ബ് ചെയ്യാം. ദെൻ കണ്ണിന് മുകളിൽ വെച്ചിട്ട് വേണം കണ്ണ് തുറക്കാൻ. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ മോളുടെയും വക അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും യോഗ പരിശീലിച്ച് നോക്കുക. ഇന്ന് കാണിച്ച പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. വീട്ടുകാരോടൊപ്പം ഇത് പരിശീലിക്കുമെന്ന് കരുതുന്നു. അവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് താങ്ക് യു.